അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ ലിവഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനീ വയഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കല്ലേ റഹ്മാനേ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി മേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ അതിനെപ്പറ്റിയാണ് നമുക്ക് അല്പം മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇപ്പോൾ അല്പം മനസ്സിലാക്കാം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് മാന്യതയുടെ മുഖമുദ്രയായിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ യഹിയ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയം 19-ാമത്തെ സൂറത്താണ്. അതിൽ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു യഹിയ നബി അലൈഹിസ്സലാമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. വകാന തഖിയ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. വകാന തഖിയ, യഹ്യാ നബി അലൈഹിസ്സലാം ധർമ്മനിഷ്ഠയുള്ളവനായിരുന്നു. മാത്രമല്ല വബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു, വലം യകുൻ ജബ്ബാറൻ അസിയ, നിഷ്ഠൂരനോ അനുസരണ കെട്ടവനോ ആയിരുന്നില്ല. ഇതായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനവുമാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആധുനിക ലോകത്ത് വന്ന് ഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആപത്താണ് മാതാപിതാക്കളെ വെറുപ്പിക്കലും അവരെ വേദനിപ്പിക്കലും. അതിന് എന്തെല്ലാം ന്യായീകരണങ്ങൾ സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്താനുണ്ടെങ്കിലും അത് ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാധ്യമല്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ സ്വഭാവദൂഷ്യം കൊണ്ടോ അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടോ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള മഹത്വം കുറയുന്നില്ല. ഉമ്മയും വാപ്പയും മോശക്കാരായതുകൊണ്ട് അവരെ തള്ളിപ്പറയാനോ അവരെ അവഗണിക്കാനോ പരിശുദ്ധമായ ദീനിൽ യാതൊരു വകുപ്പും കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ഗർഭധാരണം മുതൽ പ്രസവം വരെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും അതിരില്ല. അതിനൊരു വ്യാഖ്യാനവുമില്ല പറഞ്ഞറിയിക്കാൻ. പ്രസവാനന്തരം ആ കുഞ്ഞുങ്ങളെ 100 പരാക്രമങ്ങളും വികൃതികളും കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും തേനൂറുന്ന വാക്കുകളും ഒഴിഞ്ഞ് മക്കളെ മെരുക്കിയെടുത്ത് വളർത്തി വലുതാക്കിയതാണ് മാതാപിതാക്കൾ. അവർ വാർദ്ധക്യ നിലയിലെത്തുമ്പോൾ ഒരു പക്ഷേ മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് രസിച്ചു എന്ന് വരികയില്ല. അത് അവർക്ക് മാതാപിതാക്കൾ വാർദ്ധക്യ നിലയിലെത്തിയാൽ അവരുടെ സ്വഭാവം കുട്ടിത്വമാണ്. കാരണം മാനസികവും ശാരീരികവുമായ കാരണങ്ങളും ഇതിനുണ്ടാവാം. അതൊന്നും കണക്കിലെടുക്കാതെ മാതാപിതാക്കളെ അസഭ്യം പറയുകയും
അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന സന്താനങ്ങൾ ഓർക്കുക. മാതാപിതാക്കളെ നിന്ദിക്കുമ്പോഴും അവരെ അവഗണിക്കുമ്പോഴും ആ മാതാപിതാക്കളുടെ മനസ്സിൽ മക്കളുടെ ഒരു മധുരമനോഹരമായ ചിത്രം അവരുടെ കൽവിൽ കാണാം. കണ്ണിൽ എണ്ണയൊഴിച്ച് കൃഷ്ണമണി പോലെ വളർത്തിയെടുത്ത തൻ്റെ ഇഷ്ടക്കനികളായ ആ പൊന്നോമന മക്കളുടെ ചിത്രം മാതാപിതാക്കളുടെ കൽബുകളിൽ നിറഞ്ഞു നിൽക്കും. ആ ചിത്രം മങ്ങാതെ മായാതെ നിലകൊള്ളും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് മിക്ക മാതാപിതാക്കളുടെ മനസ്സിലും മക്കളാകുന്ന ആ ചിത്രത്തിൽ ഇന്ന് കണ്ണുനീര് കൊണ്ട് മറവീണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് അവരുടെ പൊരുത്തം അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് അവരുടെ പൊരുത്തം നേടിയാൽ മാത്രമേ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയാൽ മഹത്വമുള്ളവരായി അള്ളാഹുവിലേക്ക് മടങ്ങാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിക്കുന്ന അതിന് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരു യുവാവിന് മരണമാസന്നമായി. അങ്ങനെ ആളുകൾ വന്നു ആ യുവാവിനെ കണ്ട് ദിക്റും സലാത്തുമൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ കലിമത്ത് തൗഹീദ് വായിൽ നിന്നും വരുന്നില്ല. അദ്ദേഹത്തിന് നാവ് പൊങ്ങുന്നില്ല അത് പറയാൻ. അങ്ങനെ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ വന്നു. ആ യുവാവിൻ്റെ അടുത്ത് വന്ന് കലിമ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലാൻ എനിക്ക് നാവ് പൊന്തുന്നില്ല നബിയെ, എൻ്റെ കൽവിടറുകയാണ്, എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വാവിട്ട് നിലവിളിക്കുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അവിടെ നിന്നവരോട് ചോദിച്ചു, ഈ യുവാവിന് മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അവർ പറഞ്ഞത്, നബിയെ, അദ്ദേഹത്തിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ആ മകനും മാതാവും ഒത്താണ് ഇരുന്നത്. പക്ഷേ ആ മകൻ എന്നും മാതാവിനെ ഉപദ്രവിക്കുകയും അവരെ അസഭ്യം പറയുകയും ചെയ്യുന്നത് കാരണത്താൽ ആ മാതാവ് മകൻ്റെ ദേഹോപദ്രവം സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പോയി മാതാവിനെ കൊണ്ടുവന്നു. മാതാവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട മാതാവേ, നിങ്ങളുടെ മകന് നിങ്ങൾ പൊരുത്തം കൊടുക്കണം. ആ മാതാവ് വാവിട്ട് നിലവിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ മകന് ഞാൻ പൊരുത്തം കൊടുക്കുകയില്ല. കാരണം എൻ്റെ മകൻ എന്നെ ധാരാളം അസഭ്യം പറയുകയും എന്നെ ധാരാളം ദേഹോപദ്രവം ചെയ്തു നബിയെ. എനിക്ക് ദേഹോപദ്രവം സഹിക്കാത്തയാണ് യാ റസൂലല്ലാഹ് ഞാൻ ഇവിടെ നിന്നും പോയത്. അതുകൊണ്ട് ഞാൻ മകന് പൊരുത്തം കൊടുക്കുകയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയപ്പെട്ട മാതാവേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആളിക്കത്തുന്ന തീയിൽ നിങ്ങളുടെ മകനെ ശത്രുക്കൾ പിടിച്ചിട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് സഹിക്കുമോ? മാതാവ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ സഹിക്കുകയില്ല. എൻ്റെ മോനെ തീയിലിടാൻ ഞാൻ അനുവദിക്കുകയില്ല നബിയെ, എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ പ്രിയപ്പെട്ട മാതാവേ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മകന് മരണമാസന്നമായിരിക്കുകയാണ്. മാതാവ് പൊരുത്തം കൊടുക്കണം. ഇത് കേട്ട മാത്രയിൽ ആ മാതാവ് മകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞ് കരയുകയാണ്. മകനെ കെട്ടിപ്പുണർത്തുകൊണ്ട് കരയുകയാണ്, യാ മോനെ, എൻ്റെ മോനെ ഞാൻ പൊരുത്തം തന്നിരിക്കുന്ന മകനെ, എൻ്റെ മകൻ ഉപദ്രവിച്ചതെല്ലാം ഞാൻ സഹിച്ചു മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവ് കരയുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലിമത്ത് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ആ മനുഷ്യൻ ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ പൊരുത്തം മക്കൾക്ക് അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കളെ അനുസരിക്കാതെ അവരെ ഉപദ്രവിക്കുന്നതും അവരെ അസഭ്യം പറയുന്നതും
വൻ പാപങ്ങളുടെ കരിമ്പട്ടികയിലാണ് അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ കർമ്മങ്ങൾ, അവർ എന്തെല്ലാം കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരമൂല്യ സമ്പത്താണ്, ഒരമൂല്യ നിഅമത്താണ് മാതാപിതാക്കൾ. അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്ത് അവരെ അനുസരിച്ച് അവരുടെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തേക്ക് സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ ധാരാളം പേർ രോഗികളാണ്. അള്ളാഹുവെ, ഞങ്ങളെ രോഗികളായി മരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കില്ല റഹ്മാനെ. അള്ളാഹുവെ, രോഗശയ്യയിൽ കിടക്കുന്നവർ രോഗം സുഖപ്പെടുവാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിന്നിലേക്ക് അർപ്പിക്കുകയാണ്. അള്ളാഹുവെ, ആ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബാദികൾക്കുമുള്ള എല്ലാ രോഗങ്ങളെയും മാറ്റി ഞങ്ങളെ നീ ശുഭയാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.